വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് അതുല്യ ഡെത്ത് കേസാണ്. സോ ഇതിൽ ബേസ് ചെയ്തിട്ട് അതായത് യൂട്യൂബിലാണെങ്കിലും അതർ മീഡിയയിലാണെങ്കിലും ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എനിക്ക് കുറച്ച് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ മാത്രമായിരിക്കും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇതിനകത്ത് ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഒരു നാർസിസിസ്റ്റ് അല്ലെങ്കിൽ ഒരു നാർസിസം എന്ന് ബേസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് പാർട്ട്. നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഫോക്കസ് ബിഹേവിയർ അനാലിസിസ്. സോ അതിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു സൂയിസൈഡ് അനാലിസിസ്. നമുക്ക് സൈക്കോളജിക്കലായിട്ട് ഒരു സൂയിസൈഡ് പ്രോബബിലിറ്റി അനാലിസിസും കൂടെ ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുക. സോ ആസ് യൂഷ്വൽ നിങ്ങളൊരു ഇമോഷൻ വെച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ദിസ് വീഡിയോ റൈറ്റ് ഹിയർ. നാർസിസിസ്റ്റിക് ബിഹേവിയറിനെ പറ്റി നമ്മളൊരു എൻ്റയർ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അത് അവൈലബിൾ ആണ്. നിങ്ങളത് കണ്ടിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. എന്നാലും കുറച്ചുകൂടെ സിംപ്ലിസ്റ്റിക് ആയിട്ട് ഞാനിതിൽ പറഞ്ഞു പോകാം. അതായത് നാർസിസിസ്റ്റിക് ബിഹേവിയർ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് പൊതുവെ അവർ വളരെ ഹൈലി സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. അവർ കൂടുതൽ, അതായത് നമ്മൾ എല്ലാവരും സെൽഫ് സെൻറ്റേർഡ് ആണ്, പക്ഷേ ഇവരുടെ കാര്യത്തിൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. പൊതുവെ അവരെപ്പറ്റി മാത്രമായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരുടെ പെർസെപ്ഷനിൽ പോലും അവർ മാത്രമായിരിക്കും കൂടുതലായിട്ടുണ്ടാവും. അവർക്ക് മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള നമ്മുടെ സാധാരണ രീതിയിൽ ഈവൻ നമ്മൾ സെൽഫിഷ് എന്ന് വിളിക്കുന്ന വ്യക്തികൾ പോലും അവരുടെ അത്രയും ഒരു നാർസിസിസ്റ്റിൻ്റെ അത്രയും ഹൈ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ, അവർക്ക് ഇമോഷൻസ്, ഇതൊന്നും അവർക്ക് മനസ്സിലാവില്ല. അവർക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ, എന്നാൽ ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് ഹേർട്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഹേർട്ട് അവരുടെ മറ്റുള്ളവരുടെ പെയിൻ, ഇതൊന്നും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സിസ്റ്റം അവരുടെ ബ്രെയിനിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്മിറേഷൻ. അതായത് അവർക്ക് എപ്പോഴും മറ്റുള്ളവരാൽ അഡ്മയർ ചെയ്യപ്പെടണം. അതായത് അവരൊരു ഡോമിനൻസ്, ഇതൊക്കെ അവരുടെ ഒരു പ്രൈമറി നീഡിൽ വരുന്ന കാര്യമാണ് അവരുടെ ഡോമിനൻസ് അല്ലെങ്കിൽ അഡ്മിറേഷൻ എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിറ്റിസിസമാണ്. അതായത് ഇവർക്ക് ഒരിക്കലും ക്രിറ്റിസിസം സഹിക്കാൻ പറ്റത്തില്ല. അവരെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് പുറത്ത് കാണിക്കുന്നത് വേറൊരു രീതിയിലാണെങ്കിലും അവർക്ക് ഇൻറ്റേർണലി അത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ ഒരു മാനിപ്പുലേഷനിലേക്കോ ഒക്കെ പോകുന്നത് അവരെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനെ കൊണ്ടുവരുന്ന ആ ക്രിട്ടിസൈസ് ചെയ്ത ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു സംഗതിയെ അവർ മറ്റൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരാനും മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനും ഒക്കെ അവർക്ക് ഈസി ആയിട്ട് സാധിക്കും. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കൺട്രോളിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ബിഹേവിയർ. അതായത് അവരുടെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രിയപ്പെട്ടവരെന്ന് അവർ കരുതുന്ന ആൾക്കാർ, അവരെ കൂടുതലായിട്ടും കൺട്രോൾ ചെയ്യാനായിരിക്കും ഇവർ എപ്പോഴും ശ്രമിക്കുക. കാരണം ഒരു കൺട്രോളിങ്ങിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡോമിനൻസ് അവർ എപ്പോഴും കാത്തു സൂക്ഷിക്കും. അവരെപ്പോഴും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് ആ കൺട്രോളിങ് അവിടെ നടത്താൻ വേണ്ടിയിട്ട് അവർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ യൂസ് ചെയ്യും. അതായത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെക്നിക്സ് യൂസ് ചെയ്യും. നമ്മളൊരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തിയെ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സ്ട്രീം നാർസിസിസ്റ്റ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾക്ക് ഇത് തിയററ്റിക്കലി പറയുമ്പോൾ ഓക്കെ ദിസ് പേഴ്സൺ ഈസ് നാർസിസിസ്റ്റ് എന്ന് പറയും, പക്ഷേ അറ്റ് വാട്ട് എക്സ്റ്റെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി അതിനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നാർസിസിസ്റ്റിക് ബിഹേവിയർ, അല്ലെങ്കിൽ ഈ വ്യക്തി നമ്മളൊരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം നാർസിസിസ്റ്റിക് സ്പെക്ട്രത്തിൽ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അതിനെ എപ്പോഴും കാണുന്നത്. ഞാനൊരു വ്യക്തിയെ ഡിഫറെൻറ്റ് ബിഹേവിയർ ആയിട്ട് തന്നെ കാണുന്നത്. ഒരു വ്യക്തി പ്രൊജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളിലുള്ള ബിഹേവിയർ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബിഹേവിയർ കളക്റ്റീവായിട്ട് ഒരു വ്യക്തി പ്രൊജക്റ്റ് ചെയ്യുന്നു. നമ്മളൊരിക്കലും അതിനെ ഞാൻ പേഴ്സണലി ഒരു വ്യക്തിയെ ഇപ്പം അത് നാർസിസിസ്റ്റിക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഈവൻ മെൻ്റൽ ഹെൽത്തിലാണെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും ലേബൽ ചെയ്യില്ല. ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ് എത്തിക്കൽ. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ മെയിൻ ഫോക്കസ് ആയിട്ടുള്ള ബിഹേവിയർ അനാലിസിസ് പാർട്ടിലോട്ടാണ്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് മൈൻഡിലൊന്ന് വെക്കുക. വി വിൽ ഗോ ത്രൂ ദ വീഡിയോ നൗ. അത് കഴിഞ്ഞിട്ട് അനിയത്തിനടുത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരികെ വന്നായിരിക്കും. അപ്പോഴായിരിക്കും ഇദ്ദേഹം മദ്യപിച്ച് ഓവറാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു നോർമൽ മദ്യപാനമാണെങ്കിൽ അത്രയും വിഷയങ്ങൾ വരത്തില്ല. മദ്യപാനം ഓവറാകുമ്പം വയലൻ്റ് ആവുകയും നിസ്സാര കാര്യം ഒരു കാര്യമില്ലാതെ തന്നെ എനിക്കറിയാം ഞാൻ ഒരു കാര്യമില്ല തന്നെ അറ്റാക്ക് ചെയ്യപ്പെട്ടത്. സോ അതായത് ഇത് അതുല്യയുടെ അച്ഛൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യപിക്കുന്ന സമയത്ത് ഇദ്ദേഹം വളരെ കൂടുതലായിട്ട് വയലൻ്റ് ആവുന്നു, അറ്റാക്ക് ചെയ്യുന്നു എന്നൊരു കാര്യമാണ് അതുല്യയുടെ അച്ഛൻ പറയുന്നത്. ഈ സെയിം കാര്യം തന്നെ മുന്നോട്ടുള്ള ഭാഗത്ത് സതീഷും പറയുന്നുണ്ട്. അതായത് ഈ
ഇദ്ദേഹത്തിന് ഈ ഒരു നാർസിസ്റ്റിക് ട്രെയ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ മദ്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് വയലൻസ് നടത്താനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള അറ്റാക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ലൈസൻസ് അല്ല. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പറയും ഓക്കെ മദ്യപിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അത് ചെയ്യണ്ടേ. ഇതെപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസിലാണ് ബാധിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, അമിഗ്ഡല തുടങ്ങിയ മെയിൻ ഏരിയാസിൽ ഇത് ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രീഫ്രണ്ടൽ കോർട്ടക്സ് നമുക്കറിയാം നമ്മുടെ ഡിസിഷൻ മേക്കിങ് ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യം. നമ്മുടെ മോറൽ വാല്യൂസ് എന്താണ്, ഇതെല്ലാം ഒരു പ്രീഫ്രണ്ടൽ കോർട്ടക്സ് വഴിയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അമിഗ്ഡല എന്ന് പറയുന്നത് ഫിയർ. അമിഗ്ഡല ഒരു ആൽക്കഹോൾ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഫിയറിൽ നമ്മുടെ പേടിയിലൊക്കെ വളരെ കുറവ് വരും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസൊക്കെ നമുക്ക് ഡോപ്പമൈൻ റഷും ഒക്കെ ഉണ്ടായി നിൽക്കും. സോ ഈ ഒരു സമയത്ത് നമ്മളുടെ ആക്ച്വൽ ബിഹേവിയർ എന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ മാസ്ഡ് ബിഹേവിയർ, അതായത് നമ്മുടെ റിയൽ ബിഹേവിയർ നമ്മൾ നേരെ പുറത്ത് പറയാൻ അല്ലെ പുറത്ത് കാണിക്കാൻ നമുക്ക് നോർമലായിട്ടുള്ള അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടുള്ളതും നമ്മൾ പൊതുവെ ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ ദർ ആർ ഹൈ ചാൻസസ് നമ്മളത് കാണിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് പല സ്വഭാവത്തിലുള്ള ആൾക്കാർ ആൽക്കഹോൾ കഴിക്കുമ്പോൾ അവരുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആക്ച്വൽ ഉള്ളിലുള്ള സ്വഭാവം പുറത്തേക്ക് വരാനുള്ള ആ ചാൻസ് ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ വൾണറബിലിറ്റീസ് ഹൈ ആവും. സോ ഇതാണ് ഓരോ വ്യക്തിയിലും സംഭവിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ സതീഷ് എന്ന് പറയുന്നത് അദ്ദേഹം നാർസിസ്റ്റിക് ബിഹേവിയർ ട്രെയ്റ്റ്സ് ഹൈ ആയിട്ട് കാണിക്കുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ ഈ ആൽക്കഹോൾ ചെല്ലുന്ന സമയത്ത് ഈ ഒരു ട്രെയ്റ്റ്സ് ഇത് വളരെ കൂടുതലായിട്ട്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ പ്ലസ് എ നാർസിസ്റ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് മിക്സ്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകും. ഇന്നലെ വന്നിട്ട് കാർഡിൻ്റെ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡും കൊടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വലിക്കുന്നു പറഞ്ഞു. അയാൾ ഓക്കെ ആയിരുന്നു, പക്ഷേ ഭയങ്കര സീരിയസ് ആണ്. ഒന്നും വഴക്കിൻ്റെ പുറത്തായിരുന്നു. അയാൾ താഴെ കിടക്കുന്നത്, ഒരാഴ്ച കൊണ്ട് അയാൾ താഴെ കിടക്കുന്നത്, ഞാൻ മുകളിലുമാണ്. ഞങ്ങളും തമ്മിലുള്ള കുറച്ച് പേഴ്സണൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇയാൾ എല്ലാത്തിനും ഓക്കെ ആയിരുന്നു. ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട്, ഞാൻ കഴിക്കുന്ന വ്യക്തിയാണ്. ഞാൻ വീക്കെൻഡ് വീട്ടിൽ പറയുന്നതുകൊണ്ട് ഞാൻ ദിവസേന കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എനിക്ക് ദിവസേന കഴിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. ഞാൻ 2 തരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. സോ ഇവിടെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ അവൾ ഓക്കെ ആയിരുന്നു. അതോടുകൂടെ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആൽക്കഹോൾ കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് എന്നുള്ള തരത്തിലാണ് പുള്ളിക്കാരൻ ഇവിടെ പറയുന്നത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നാർസിസിസ്റ്റെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ മൈൻഡിൽ കൊണ്ടുവരണം. സോ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഷീസ് ഓക്കെ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇവർക്ക് പ്രോബ്ലം ഉണ്ട്, പക്ഷേ ഷീസ് ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ ഇമോഷൻസ് അവർക്കത് പെയിൻഫുൾ ആണോ, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. സോ അതുകൊണ്ടായിരിക്കാം, കാരണം ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിട്ടും പുള്ളിക്ക് അതൊരു പ്രോബ്ലമായിട്ടേ ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇദ്ദേഹത്തെ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ ട്രെയ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എനിക്ക് ഡെയിലി കഴിക്കുന്നതും അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. ഒരുപാട് പ്രാവശ്യം പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ച് നിർത്തി കൂടെ. എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതിൽ ഭയങ്കര പൊസസീവ്നെസ് ആണ്. ഞാനും അത് തന്നെയാണ്. ഇപ്പം ഞാനൊരാളുടെ മിണ്ടുന്നതോ അല്ലെങ്കിൽ ഞാനൊരു കൂട്ടുകാരുടെ പോകുന്നതോ പുറത്തു പോയി കഴിക്കുന്നതോ റിലേറ്റീവ്സിൻ്റെ കൂടെ പോയി കാണിക്കുന്നതോ ഒന്നും അതിലേക്ക് ഇഷ്ടമല്ല. ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് കാര്യമെന്ന് പറയുന്നത്, എനിക്കാരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതുല്യെ ചേർത്ത് പിടിക്കുന്നതെന്ന് ഇദ്ദേഹം പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് കാര്യം, അതായത് ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നാർസിസം അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു രീതി എന്ന് വെച്ചാൽ, ദേ ആർ സീയിങ് അതേഴ്സ് ആസ് എ പ്രേ, അല്ലെങ്കിൽ ഒരു ഇരയെ കാണുന്നു, അല്ല ഒരു ഇരയെ പിടിച്ച് അവർ കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു രീതിയാണ്. അവരുടെ ഫീലിംഗ് അങ്ങനെയാണ്. കുറച്ചും കൂടെ സിംപ്ലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ സീ ദംസെൽസ് ആസ് എ ക്യാറ്റ്, അതായത് അവരെ ഒരു പൂച്ചയായിട്ടും അവരുടെ ചുറ്റിലുമുള്ള ആളുകളെ അവരൊരു എലിയായിട്ടുമാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു രീതിയിലായിരിക്കും അവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്ത് പരാതിയുണ്ട്, അവരുടെ വേദന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു കംപ്ലയിൻസും അവർക്കത് കംപ്ലയിൻ്റ് ആയിട്ടോ അത് ഒരു വലിയ സംഭവമായിട്ടോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഇതേ കാര്യം തന്നെ ഇതിൽ രണ്ടാമത് പറയുന്നൊരു കാര്യമുണ്ട്, പൊസസീവ്നെസ്. അതായത് അതുല്യ വളരെ പൊസസീവാണ്, ഞാനും അതുപോലെ പൊസസീവാണ്. അതായത് ഒരു ഇക്വലൈസേഷൻ നടക്കുന്നുണ്ട് അവിടെ. ഈ ഒരു ഇക്വലൈസേഷൻ, അതായത് രണ്ടുപേരും അവളെങ്ങനെയാണോ ഞാനും അങ്ങനെ തന്നെയാണ്, പിന്നെ ഇതിലെന്താണ് തെറ്റെന്നുള്ള രീതിയിൽ കുറേ ഏരിയാസിൽ ഇതേ സാധനങ്ങൾ പറയുന്നുണ്ട്. നമ്മളത് മുന്നോട്ട് പോകുമ്പം കാണും.
നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം, നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചേട്ടൻ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു. അതിലേക്ക് ഇഷ്ടമല്ല, അതിലേക്ക് അത് ഇഷ്ടമല്ല. അന്ന് ഞാൻ ചെയ്യാതിരുന്നു, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു. അമ്മയെ വിളിക്കാതിരുന്നു, സഹോദരങ്ങളെ മൈൻഡ് ചെയ്യായിരുന്നു, സുഹൃത്തുക്കളെ മൈൻഡ് ചെയ്യായിരുന്നു. അവൾ അത്ര പൊസസീവ് ആയിരുന്നു, ഞാനും എനിക്കും അത്രയും തന്നെയായിരുന്നു. ഇവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഈ വീട്ടിലുള്ളവരെ സംസാരിക്കാറില്ല, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാറില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ അത്ര പൊസസീവ് ആയിരുന്നു, ഞാനും അത്രയും പൊസസീവ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഇദ്ദേഹവും ആളെ ഐസൊലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് ഒരു എക്സ്ട്രാ പോയിന്റും കൂടെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്, ഐസൊലേഷൻ. അതായത് ഒരു വ്യക്തിയുടെ കൂടെ ഇവർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ഐസൊലേറ്റ് ദം, മറ്റുള്ളവരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് നിർത്തും. കാരണം മറ്റുള്ളവരിൽ നിന്ന് ഐസൊലേറ്റ് നിർത്തിയാൽ മാത്രമേ ഉള്ളൂ ഇവർക്ക്, ഈ മാനിപ്പുലേറ്റർക്ക് അല്ലെങ്കിൽ നാർസിസിസ്റ്റിന് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ മാക്സിമം കൺട്രോൾ കിട്ടത്തുള്ളൂ. സോ അതിനു വേണ്ടിയാണ് മറ്റുള്ളവരോട് സംസാരിക്കരുത്, കോണ്ടാക്റ്റ് വെക്കരുത്. ഇതെല്ലാം ഇവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യവും ഇവരതിനെ ബേസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ആയിരുന്നു, പിന്നെ എനിക്കാരാ ഉള്ളത്? ഞാൻ വിട്ടുകൊടുത്ത പിന്നെ എനിക്കാരാ ഉള്ളത്? അതായത് ഈ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും വേദന അല്ലെങ്കിൽ ഇത്രയും അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകൊടുത്താൽ പോരായിരുന്നു, അവരെ വിട്ടുകൊടുത്താൽ പോരായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ വിട്ടുകൊടുത്താൽ മതിയായിരുന്നു, പിന്നെ എനിക്കാരാ ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൺസേൺ എന്ന് പറയുന്നത്. കാരണം അവിടെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നോ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവൾ ഒരുപാട് അനുഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരുപാട് അനുഭവിക്കുന്നു എന്ന് പറയുന്ന സമയത്തും വിട്ടുകൊടുത്താൽ പോരെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് വിട്ടുകൊടുത്താൽ പിന്നെ എനിക്കാരാണുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഫ്ലേറ്റഡ് സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും ഇവർക്ക്. ഞാൻ കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്ത് എന്തും, എൻ്റെ സുഖങ്ങളും അല്ലെങ്കിൽ എൻ്റെ പ്രയോറിറ്റി, എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റിയാലും ഐ ഡോണ്ട് കെയർ, എനിക്കത് കിട്ടണം, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അതിൽ പ്രഗ്നൻ്റ് ആയിരുന്നു, 2-3 months പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾ നാട്ടിലോട്ട് പോയി. എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവൾ അബോർട്ട് ചെയ്തു. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ആഘോഷം നടന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അമ്മയാണ് എല്ലാത്തിനും കൂടെ പോയത് കൊല്ലത്ത്. ഇവിടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ നാട്ടിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ അബോർട്ട് ചെയ്തു. ആ അബോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെങ്കിൽ കൂടെ അദ്ദേഹം അത് അവിടെ വളരെ ഇമോഷൻസ് ചേർത്ത് അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, എനിക്ക് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയത്തില്ല, എനിക്കിതുവരെ അറിയത്തില്ല എന്ന് പുള്ളിക്കാരൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയുടെ തന്നെ ബാക്കി ഭാഗം നോക്കാം. വന്നതിന് ശേഷം ഞാൻ പലരും ചോദിച്ചു, മോളെ എന്തിനാണ് നീ ചെയ്തത്, എന്തിനാണ് കാണിച്ചത്? അപ്പോൾ അവൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇയാൾക്ക് 40 വയസ്സായി, ഇയാളൊരു ഷുഗർ പേഷ്യൻ്റാണ്, ഒരു പെൺകുഞ്ഞാണ്. അപ്പം അടുത്ത കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവളെ ആളുകൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, എടീ നീ പെട്ടുപോകും, നിനക്കിപ്പോൾ ഒരു പെൺകുഞ്ഞെല്ലാം ഉള്ളൂ, നിനക്ക് ജീവിക്കാം, ഇനിയൊരു കുഞ്ഞായി കഴിഞ്ഞാൽ നീ പെട്ടുപോകും, നീ 4-5 വർഷത്തേക്ക് നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ ചെയ്യരുതെന്ന്. അതിൻ്റെ പൊട്ടത്തരം കേട്ട് അവളത് ചെയ്തു. ഓക്കെ, അതിനുശേഷം വന്നു. ഞാൻ ചോദിക്കുമ്പോഴൊന്നും ഇവർക്ക് പ്രോപ്പറായിട്ടൊരു റിപ്ലൈ തരുന്നില്ലായിരുന്നു. അതായത് എന്തിനാണ് ഇത് ചെയ്തത്, ഈ അതുല്യ തിരിച്ചു വന്ന സമയത്ത് എന്തിനാണ് ഈ അബോർഷൻ ചെയ്തതെന്ന് പുള്ളി ചോദിക്കുന്ന സമയത്ത് അതുല്യ പറയുന്ന ആൻസർ ഈ വീഡിയോയിലുണ്ട്. അതായത് ഇദ്ദേഹത്തിന് 40 വയസ്സായി എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. അതിനൊപ്പം തന്നെ അദ്ദേഹം അവിടെ യൂസ് ചെയ്യുന്ന ചില യൂസേജുകളുണ്ട്. എടി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എടി നീ പെട്ടുപോകും. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കേട്ടതുപോലെയാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് ആദ്യം പറയുന്ന കാര്യങ്ങൾ രണ്ടാമത് പറഞ്ഞ് നിർത്തുന്ന കാര്യങ്ങൾ കൗണ്ടർ ഇൻഡ്യൂട്ടീവായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം പറയുന്നു, എനിക്കിതിനെപ്പറ്റി ഈ നിമിഷം വരെ അറിയില്ല. രണ്ടാമത് പറയുന്നു, 40 വയസ്സ്, എനിക്ക് 40 വയസ്സുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഷുഗർ പേഷ്യൻ്റാണ്. സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഗിൽറ്റ് ട്രിപ്പിംഗ്. അതായത് എനിക്ക് വയ്യാത്തൊരാളാണ്, എനിക്ക് തീരെ ആവതില്ല, സോ അതുല്യ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് അതുല്യ കണക്കിലെടുക്കുന്നില്ല. ഇതാണ് പുള്ളിക്കാരൻ പറയാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ വന്നിട്ട് മറ്റൊരാളോട് മറ്റൊരാൾ അതുല്യോട് പറഞ്ഞു എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് എടി നീ പെട്ടുപോകും, ഇങ്ങനെയൊക്കെ ചെയ്ത് നിനക്ക് 4-5 വർഷത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ ഇദ്ദേഹം കേട്ടതുപോലെയാണ് പറയുന്നത്. എന്നിട്ട് എൻ്റെ ലാസ്റ്റ് പറയുന്നത്, ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടിയില്ല. ഇദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന മറ്റെന്തൊക്കെയോ ആൻസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരു ഇംപ്രഷൻ മാനേജ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പല സ്ഥലത്തും
ഇംപ്രഷൻ മാനേജ്മെൻറ്റ് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, അതായത് ഇമോഷൻ വേണ്ട സ്ഥലത്ത് ഇമോഷൻസ് ആബ്സെൻ്റ് ആയിരിക്കും, ഇമോഷൻ വേണ്ടാത്ത സ്ഥലത്ത് ഇമോഷൻ കൊടുക്കും. അതായത് ഈ ടൈപ്പിലുള്ള ആൾക്കാർക്ക്, നാർസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എമ്പതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എവിടെയാണ് കൃത്യമായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ധാരണ വളരെ ഡൈനാമിക്കായിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്യും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചോദിക്കുന്ന ചോദ്യം അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല ചോദ്യങ്ങളുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നമുക്ക് പ്രത്യേകിച്ചുള്ള എക്സ്പ്രഷൻസ് ഒന്നും കൂടുതലായിട്ട് സാധാരണ ഒരാളിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ദേ ആർ വെരി ഗുഡ് അറ്റ് കൺട്രോളിങ് ദെയർ ഇമോഷൻസ്, എക്സ്പ്രസിങ് ദെയർ ഇമോഷൻസ്. ഇതൊക്കെ നമുക്ക് ആ ഡിഫ്ലക്ഷൻ വളരെ മിനിമലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ബോഡി ലാംഗ്വേജ് ഒരുപാട് യൂസ് ചെയ്യാതെ, കാരണം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ബേസ് ലൈൻ ബോഡി ലാംഗ്വേജിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഇത്രയും വീഡിയോ. കാരണം ഈ വീഡിയോയിലെല്ലാം ഒരു ഹൈ സ്ട്രെസ് സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് ലെവലിൽ തന്നെ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് തന്നെ പോകുന്നത്. ഈ വീഡിയോയുടെ തന്നെ ബാക്കി ഭാഗത്തേക്ക് നോക്കാം. ഇതാണ് സംഭവിച്ചെന്നുള്ളത്. പിന്നെ അവർ പറഞ്ഞു അവളാണ് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനെ എന്നെ ഉപദ്രവിക്കുന്നത്. ആ കുഞ്ഞാണ് ഏറ്റവും കൂടുതൽ എന്നെ ഉപദ്രവിക്കുന്നത്. ആ കുഞ്ഞ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ ഇദ്ദേഹം അതുല്യ എന്ന് പറയുന്നുണ്ട്. അതായത് വളരെ സീരിയസ് ആയിട്ട് നോർമലായിട്ട് നമുക്ക് ഫീൽ, അതായത് വിത്തൗട്ട് ഇമോഷൻസ് വളരെ ക്ലീൻ ആയിട്ട് സംസാരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ ഇദ്ദേഹം അവൾ, അതുല്യ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇദ്ദേഹം കുഞ്ഞ്, കൊച്ച്, ആ കുഞ്ഞ്, ഈ കുഞ്ഞ് തുടങ്ങിയ വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അത് പക്ഷേ നമുക്കിതൊരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ ഡാറ്റ എടുക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ആ ഒരു ഭാഗത്തെപ്പറ്റി കൃത്യമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യത്തെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാത്തത്. കാരണം ഒരു അൺസർട്ടനിറ്റി ഉണ്ട് അവിടെ. സോ അതുകൊണ്ട് അത് കണക്കിലെടുക്കുന്നില്ല, നമ്മളത് സ്കിപ്പ് ചെയ്യുന്നു. സോ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. അവൾ ദേഷ്യം വരുമ്പോൾ അവൾ ഭയങ്കര, അവൾക്ക് അമ്മയ്ക്കും അറിയാം അച്ഛനും അറിയാം, അവൾ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമുള്ളൂ. അവൾക്ക് കൈ കിട്ടിയൊക്കെ എടുത്ത് നോക്കുന്നു ഉണ്ടോ, ഇതൊന്നും അല്ല ഇനിയുണ്ട്. ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നതല്ലോ. അടിച്ചതിന്റെ പാടല്ല, പക്ഷെ എന്തിന്റെ പാടാണത്? ഇത് അടിച്ച പാടാട്ടെ മൊത്തം. ഇത് അവൾ എന്തൊക്കെ കാണിച്ചാണത്. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ സ്ലിപ്പാട്ടി വീണയാണ്. അതല്ല, ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ബാത്റൂം വീണല്ലേ, ഇവളോട്ട് പ്രശ്നം വന്നപ്പോൾ ഇവളെന്നെ തെള്ളി ഞാൻ താഴെ പേടിച്ചാണ്. താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിംഗ് ഇട്ടുകൊണ്ടിരുന്നു. ആ സ്ലിംഗ്, ആ ബെൽറ്റ് ഊരി അവളെന്നെ അടിച്ചു. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലെയിം ഷിഫ്റ്റിങ്. അതായത് എന്തായാലും അതുല്യ ഇപ്പോൾ ഈ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യാൻ ഇവരെ പോലുള്ള അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിന് വളരെ ഈസിയാണ്. കാരണം ഏത് തരത്തിൽ വേണേലും പറയാം, ഈ മരിച്ച വ്യക്തി ഒരിക്കലും തിരിച്ചു വന്നത് പറയാൻ പോകുന്നില്ല. സോ ഇവിടെ ബ്ലെയിം ഷിഫ്റ്റിംഗ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുല്യ ഒരുപാട് ഓൾറെഡി ഇദ്ദേഹത്തിന് അറിയാം അതുല്യയുടെ ദേഹത്ത് പാടുകളുണ്ട്, അതുല്യ ഇദ്ദേഹം ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദേഹത്തോട്ട് നോക്കൂ, എൻ്റെ ദേഹത്ത് ഇതുപോലെ മുറിപ്പാടുകളുണ്ട്. പക്ഷേ ആ മുറിപ്പാടുകളെ കുറിച്ചുള്ള ഡീറ്റെയിലിങ് അതെൻ്റെ ഒരു ഫീൽഡിലല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. പക്ഷേ സ്റ്റിൽ വി ക്യാൻ സീ ദാറ്റ് അതിൽ വളരെ ന്യൂ ആയിട്ടുള്ള ഒരു മുറിപ്പാടുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് മേ ബി ഇദ്ദേഹം പറയുന്നത് നെക്സ്റ്റ്, അതായത് ഈ സംഭവം നടക്കുന്നതിൻ്റെ ആ ദിവസം ഉണ്ടായതായിട്ടായിരിക്കാം പറയുന്നത്. പക്ഷേ സ്റ്റിൽ അത് പറയുമ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇത് കണ്ടില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു എക്സാജറേഷനാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇതേ തുടർന്ന് തന്നെ അദ്ദേഹം അടുത്ത ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതായത് എൻ്റെ കൈ ഒടിഞ്ഞിരുന്നു, അത് ഞാൻ ബാത്റൂമിൽ സ്ലിപ്പ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അത് സ്ലിപ്പ് ചെയ്തതല്ല, അതുല്യ പുഷ് ചെയ്തപ്പോൾ ഞാൻ വീണ് എൻ്റെ കൈ ഒടിഞ്ഞതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതായത് അവിടെ ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് ഉണ്ട്. എനിക്കവിടെ ഞാനൊരു വിക്റ്റിമായി മാറി. അതോടൊപ്പം തന്നെ അതുല്യ അതിൻ്റെ സ്ലിങ് ഊരി എനിക്കിട്ട് തല്ലി. സോ ഒരു എക്സാജറേഷനാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള വേറൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ അടിച്ചതാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അവൾ എന്തൊക്കെയോ കാണിച്ചതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുഷ് ചെയ്ത കാര്യങ്ങൾ നോ ഡീറ്റെയിലിംഗ്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ തന്നെ ഡീറ്റെയിലിംഗ് വളരെ കുറവാണ്. ഞാൻ ഈ വീഡിയോ കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ലെങ്ത് കുറയ്ക്കാൻ, ടോട്ടൽ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലിപ്പുകളൊന്നും രണ്ടാമത് പ്ലേ ചെയ്യാത്തത്. സോ നിങ്ങൾക്കിത് രണ്ടാമത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ബ്ലെയിം ഷിഫ്റ്റ് കാണാൻ പറ്റും, സെക്കൻഡ് വൺ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെയോ പറ്റിയതാണ്. കാരണം ആ സംഭവത്തെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. മുമ്പ് എനിക്ക് ഒരു ഒറ്റ ചാവിയുള്ള റൂമിനകത്ത്
ആ ചാവി അവൾ ലോക്ക് ചെയ്തു. ഞാൻ പുറത്തു പോയി. പുറത്തു പോയ ശേഷം ഞാൻ അത് കഴിഞ്ഞ് കുറേ നേരം ശേഷം എന്നെ കുറേ വിളിച്ചു വിളും വാട്സപ്പിൽ. ഞാൻ അത് സഫായിട്ടുള്ളതാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും. ഞാൻ അത് മൈൻഡ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് വന്ന് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വരണം പെടുന്നുള്ള വിളിയോ അവന് കട്ട് വിട്ടു. ഈ ഒരു ഭാഗം ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് എന്തോ സംതിങ് ഓഫ് ഫീൽ ചെയ്തു. അതായത് അവൾ ലോക്ക് ചെയ്തു, ഞാൻ പുറത്തേക്ക് പോയി എന്നാണ് പറഞ്ഞത്. നോർമൽ കേസിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ലോക്ക് നമ്മൾ പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ ലോക്ക് ചെയ്യുന്ന ഏത് തരത്തിൽ വേണേലും എടുക്കാം. സോ ദർ ഈസ് സംതിങ് ഓഫ്. എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ്, ഇതേ സംഗതികൾ പറയുന്ന, ഇതേ ഈവൻറ്റ് പറയുന്ന വേറൊരു വീഡിയോയും കൂടെ എടുത്ത് ചെക്ക് ചെയ്തു. സോ ആ വീഡിയോ നെക്സ്റ്റ് കാണാം. ശ്വാസം മുട്ടി കുറച്ച് നേരം കിടന്നാലും അവൾ ഓക്കെ, അവളെ ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്ന്, അതായത് ഇവിടെ ഇത് രണ്ടാമതൊരു വീഡിയോ ആണ്. ഈ രണ്ടാമത് വീഡിയോയിൽ ഇദ്ദേഹം കൈ കൊണ്ട് ആക്ഷനും കൂടെ കാണിച്ചിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ ഇദ്ദേഹം സ്റ്റഡിയാണ്. അതായത് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ബോഡിയിൽ പ്രത്യേകിച്ച് മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇദ്ദേഹം കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്ന സമയത്ത്, അതായത് ഡോറ് ലോക്ക് ചെയ്ത് എന്ന് കാണിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ടഗ് സ്ലിപ്പായിട്ട് ഞാൻ ലോക്ക് ചെയ്തു എന്ന രീതിയിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് അതിനെ സ്കിപ്പ് ചെയ്തിട്ട് അതുല്യ ലോക്ക് ചെയ്തു എന്നുള്ളൊരു തരത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ വീണ്ടും എനിക്ക് എഗെയിൻ ഒരു റെഡ് ഫ്ലാഗ്, അത്ര വലുതല്ലെങ്കിൽ ഒരു ചെറിയ റെഡ് ഫ്ലാഗ് എനിക്ക് കാണാൻ പറ്റി. സോ ആ ഒരു ഏരിയ എന്തുകൊണ്ടായിരിക്കും അവിടെ ആ ഒരു കൺഫ്യൂഷൻ വന്നത് എന്നുള്ള ഒരു സംഗതി എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തു. നമുക്കതിന് കണ്ടിന്യൂറ്റി നോക്കാം. ശ്വാസം മുട്ടി കുറച്ച് നേരം കിടന്നാലും അവൾ ഓക്കെ, അവളെ ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്ന് കയറാൻ വേണ്ടി ആയിരിക്കും ആ കുഞ്ഞ് ഓപ്പൺ ആക്കിയിട്ടത്, എന്നിട്ട് കാണിക്കാൻ വേണ്ടി. അതാണോ അതോ കുഞ്ഞിന് അബദ്ധം പറ്റിയാണോ, അല്ലെങ്കിൽ കുഞ്ഞിന് ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് പോകാറുണ്ടോ? അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുല്യ ലോക്ക് ചെയ്യുന്നു, സതീഷ് പുറത്തേക്ക് പോകുന്നു, തിരിച്ചു വരുമ്പോൾ ഡോർ ഓപ്പൺ ആണ്. സോ ആ ഡോർ ഓപ്പൺ ആയത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെയുള്ള തരത്തിലാണ് ഇത് പറയുന്നത്. ഈ വീഡിയോ ബാക്കി ഇദ്ദേഹം പറയുന്ന ആ നറേഷൻ്റെ ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് ഇങ്ങനെ, ഞാൻ വന്നപ്പോൾ ഉണ്ട് ഡോറ് ഓപ്പൺ ആയിരുന്നു. ഇവിടുത്തെ ഡോർ ഓപ്പൺ ആണ്, അവൾ ലോക്ക് ചെയ്ത ഡോർ ഓപ്പൺ ആയിരുന്നു. ശേഷം വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാല് പൊക്കാവുന്ന രീതിയിൽ കാല് മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു. അതായത് ഇവിടെ ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ആ നറേഷൻ പോകുന്നതെന്ന് വെച്ചാൽ, തിരിച്ചു വന്നു അവൾ കിടക്കുന്ന, അല്ല അവളെ കാണുന്നതിലേക്കാണ് ഇദ്ദേഹം ഫസ്റ്റ് പോകുന്നത്. ആ പോകുന്നതിൻ്റെ അദ്ദേഹം അല്ലെങ്കിൽ അതുല്യ കാണുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്തിയ സമയത്ത് ഇദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി, ഓക്കെ ഡോറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, പെട്ടെന്നൊരു സ്ട്രെസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹത്തിന് നമ്മുടെ ബോഡി ലാംഗ്വേജ് ബേസ് ലൈൻ എടുക്കുന്നില്ല, പക്ഷേ സ്റ്റിൽ അവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് അത്രയും നേരം വളരെ സ്റ്റഡി ആയിട്ട് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ നിന്ന വ്യക്തി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൂക്കിലൊരു ചെറിയ ചൊറിച്ചിലുണ്ടാകും. നമ്മളെല്ലാവരും പറയും മൂക്കെ തൊട്ട് കഴിഞ്ഞാൽ അത് നുണയാണ്, അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ പറയുന്നത് ദർ ഇസ് എ സ്ട്രെസ്. ആ സ്ട്രെസ്സോട് കൂടി തന്നെ അവിടെ എന്ത് കാര്യമാണോ സ്ട്രെസ് ഉണ്ടാക്കിയത് ആ കാര്യം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാനത് മറന്നുപോയി, അതുകൊണ്ട് പറയുവാണ്. 3 പ്രാവശ്യം പറഞ്ഞ്, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം പറഞ്ഞ് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അവിടെ ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് ഒരു ആവശ്യമില്ല. പക്ഷേ അവിടെ ഒരു സ്ട്രെസ് ഉണ്ടായി, സെയിം കാര്യം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം, ആ ഭാഗം. ഇങ്ങനെ ഞാൻ വന്നപ്പോൾ ഉണ്ട് ഡോറ് ഓപ്പൺ ആയിരുന്നു. ഇവിടുത്തെ ഡോർ ഓപ്പൺ ആണ്, അവൾ ലോക്ക് ചെയ്ത ഡോർ ഓപ്പൺ ആയിരുന്നു. ശേഷം വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാല് പൊക്കാവുന്ന രീതിയിൽ കാല് മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു. സോ ഇതാണ് ഇവിടെ ആ ഒരു ഡോറിന്, ആ ലോക്കായിട്ടുള്ള ഡോറ് തുറന്നു കൊടുക്കുന്ന ഇദ്ദേഹം കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നേരെ മുന്നോട്ട് പോയിട്ട് എഗെയിൻ ബാക്കിലേക്ക് വന്നിട്ട് ഒരു 3 റിപ്പീറ്റേഷൻ. ദാറ്റ് ഈസ് എ ബിഗ് റെഡ് ഫ്ലാഗ്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. രാത്രി വരുമ്പോഴത്തേക്ക് ഇവിടെ ആകെ ഒരു റൂമിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ഉള്ള ഒരു ഫുൾ ഫ്രസ്ട്രേഷനിലാണ്. ഇവിടെ ആകെപ്പാടുള്ള ഇതെന്ന് വെച്ചാൽ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് മാത്രമാണ് എനിക്ക്. പിന്നെ വന്നു കഴിഞ്ഞാൽ അവള് പറഞ്ഞ പരാതി ഞാൻ എങ്ങും പോകുന്നില്ല. ഈ ഒരു ഭാഗത്ത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം രാവിലെ 5:30 വീട്ടിൽ നിന്ന് പോകുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് വീഡിയോയിൽ. ഈ വീഡിയോയുടെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ യു ക്യാൻ വാച്ച് ഇറ്റ്. മേ ബി നിങ്ങൾ ഇതെല്ലാം കണ്ടതായിരിക്കും. സോ ഇദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം രാവിലെ 5:30 പോയിട്ട് രാത്രി 9 മണിക്ക് വരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹം വരുമ്പോൾ അതിലെ റൂമിനുള്ളിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്, ഒറ്റയ്ക്കിരിക്കുന്നു എന്നൊക്കെ രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. അതായത്
അത് മീൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, നമ്മളെല്ലാവരും ആലോചിക്കുന്നൊരു നോർമലായിട്ട് ആലോചിക്കുന്നൊരു കാര്യമാണ്. ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് പകൽ സമയത്ത് അതിലേക്ക് പുറത്തേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ഡോർ തുറന്ന് പുറത്തേക്ക് പോകാം. പക്ഷേ ഇദ്ദേഹം ഈ ഡോറ് ലോക്ക് ചെയ്ത് പോകുന്ന ഒരു സംഗതിയെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് പഴയ റൂമിലായിരുന്നപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സെഗ്മെൻറ്റിൽ അതുല്യ റൂമിനുള്ളിൽ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ അതുല്യ അവിടെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത്. അതുല്യ റൂമിനുള്ളിൽ ലോക്ക്ഡ് ആണ് ആക്ച്വലി. സോ നമ്മൾ നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ആ വാതിൽ ലോക്ക് ചെയ്തിട്ട് പോകുന്ന ആ ഒരു പാർട്ടിൽ ഇദ്ദേഹത്തിന് സ്ലിപ്പ് ഓഫ് ടഗ് വരാനുള്ള ആക്ച്വൽ കോസ് എന്ന് പറയുന്നത് ഇദ്ദേഹം മേ ബി നോർമലി ഇദ്ദേഹം ഡോറ് ലോക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. സോ ഇവിടെയും അത് തന്നെ ആയിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ദർ ഈസ് എ സ്ലിപ്പ് ഓഫ് ടഗ് ആൻഡ് ദിസ് ഈസ് എ ഹ്യൂജ് റെഡ് ഫ്ലാഗ്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എനിക്ക് 7:30 to 6:30 എൻ്റെ ഡ്യൂട്ടി. ഞാൻ ഇവിടെ നിന്ന് 5:30 ഇറങ്ങും, ഞാൻ വരുന്ന 9 മണിക്കാണ്. ഞാൻ വന്ന് കാണുമ്പോഴൊക്കെ കുഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് അകലച്ച് കാണിച്ചുകൊണ്ട് എന്നോട് മിണ്ടാത്തയും ചെയ്യാൻ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് എൻ്റെ മദ്യപാനോ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് 2013 തൊട്ട് ഞാൻ 2012 ആ കുഞ്ഞിനെ മോതിരിട്ടാണ്. ആ കുഞ്ഞിനെ അറിയാവുന്ന കേസ് അവർക്ക് അറിയാത്തായിട്ട് ഒന്നുമില്ല, മദ്യപാനം ഒന്നുമല്ല, അവർക്ക് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് ഇംപ്രഷൻ മാനേജ്മെൻറ്റ്. അതായത് ഈ പബ്ലിക്കിനെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുക ഒരു മാനിപ്പുലേറ്റർ. ദിസ് ഈസ് എ ക്ലീൻ വീഡിയോ ഓഫ് എ മാനിപ്പുലേഷൻ. അതായത് അവൾ പറയുന്നത് അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ 11 വർഷം മുമ്പ് അല്ലെങ്കിൽ 11 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവൾക്ക് എസ്കേപ്പ് ആവായിരുന്നു. പക്ഷെ അവൾ പോയില്ലല്ലോ. ഈ നമുക്ക് എല്ലാവർക്കും ക്ലീനായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഡാറ്റ അവരുടെ വീട്ടുകാർ, അതുല്യയുടെ വീട്ടുകാർ, ബാക്കിയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇവർ ഓൾറെഡി ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, പലതരത്തിൽ ഇവർ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വ്യക്തി പുറകെ പോയിട്ട് പ്രശ്നമില്ല, മാപ്പ് അപേക്ഷിച്ച് പലതരത്തിലുള്ള ഇമോഷണൽ ട്രാപ്പിലൂടെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ഈ വ്യക്തി ഇവിടെ നിന്ന് പറയുന്നത് അവൾക്ക് പോകണമെങ്കിൽ നേരത്തെ അങ്ങ് പോകാമായിരുന്നല്ലോ, അവൾ പോയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ദിസ് ഈസ് ഹൗ ദേ ഡു ദ ഇംപ്രഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അതായത് നമുക്കിപ്പോൾ വേറെ തെളിവുകളൊന്നുമില്ല, ഇദ്ദേഹം പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തെളിവായിട്ട്. ചില കേസുകൾ അങ്ങനെ വരുമല്ലോ. സോ ഇങ്ങനെയുള്ള വ്യക്തികൾ ഇവിടെയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൊക്കെ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്ത് കളയും. ബാക്കി ഭാഗത്തേക്ക് പോകും. കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ബാത്റൂം വീണല്ലേ, ഇവളോട്ട് പ്രശ്നം വന്നപ്പോൾ ഇവിടെ എന്നെ തെള്ളി ഞാൻ താഴെ പേടിച്ചാണ്. താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിങ് ഇട്ടുകൊണ്ടിരുന്നു. ആ സ്ലിങ് ആ ബെൽറ്റ് ഊരി അവളെന്നെ അടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞ് കാണിച്ചത് അവിടെ ദേഷ്യമാണ്. ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയത്തില്ല. ആ കുഞ്ഞ് എന്നോട് സ്നേഹം കൊണ്ട് കാണിച്ചാണ്. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു വീഡിയോയുടെ ബാക്കിയാണ്. അതായത് ഈ ഇദ്ദേഹം കൈയൊക്കെ ഒടിഞ്ഞ് സ്ലിങ് ഇട്ടുകൊണ്ട് നടന്ന സമയത്ത് സ്ലിങ് ഊരി അടിച്ചു, ഭയങ്കര ദേഷ്യമാണ്, അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് ഇദ്ദേഹം പറയുന്നൊരു കാര്യം, എനിക്ക് ദേഷ്യമൊന്നുമില്ല, അത് അവളുടെ സ്നേഹമാണ്, അവൾ അങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നതെന്നുള്ള രീതി. അതായത് ഇദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് ഇദ്ദേഹം സ്നേഹത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. സോ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ലവ് എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സ്നേഹം, അത് തന്നെയാണ് ഇദ്ദേഹം തിരിച്ചു കൊടുക്കുന്നത്. ഇദ്ദേഹം അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. ഞാൻ സ്നേഹിക്കുന്നിടത്ത് അറ്റാക്ക് ഒന്നും ഒരു പ്രശ്നമല്ല, അതുകൊണ്ടാണ് ഞാനും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സാധനം തന്നെയാണ് ഇദ്ദേഹം അതുല്യയുടെ കേസിലും പറയുന്നത്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകും. ഈ നിയമ നടപടികളോട് നിങ്ങൾ സഹകരിക്കുമോ? എങ്ങനെയാണ്? എനിക്കറിയില്ല എന്തു ചെയ്യേണ്ടെന്നോ എന്തുവാണ് ഇനി വരാൻ പോകുന്നതെന്നോ എന്തും എനിക്കറിയില്ല. എൻ്റെ ജോലി പോകുന്നല്ലോ എനിക്കറിയില്ല. ഇതൊരു സെയിം ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്സാണ്, 3 ഭാഗത്തെ സെഗ്മെൻ്റാണ് കാണിക്കുന്നത്. സോ ഫസ്റ്റ് കേസിൽ ചോദിക്കുന്നത് ഈ കേസിലേക്ക് സഹകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഇതെങ്ങനെ വരുമെന്നൊന്നും അറിയില്ല. അതിന് ക്ലീൻ ആയിട്ടുള്ള ആൻസർ പറയുന്നില്ല. സഹകരിക്കും എന്നൊരു സാധനം അവിടെ പറയുന്നില്ല. ഇതേ ഇൻ്റർവ്യൂ രണ്ടാമത് ചോദിക്കുവാണ്. ഇതിലിപ്പോ നിങ്ങൾക്കെതിരെ നാട്ടിലിപ്പം കേസ് എടുത്തിരിക്കുകയാണ്, നിങ്ങൾ കൊലപാതകം എന്നുള്ള ആ ലൈനിൽ. അപ്പം അതിനോട് എങ്ങനെയാണ് ഇപ്പൊ സഹകരിക്കുമോ? അവര് പറയുന്നത് ഞാൻ ഒരു സ്ത്രീധനമോഹിയാന്ന് പോകും. സ്ത്രീധനമോഹിയാന്നുള്ള എനിക്ക് 9,500 ദിവസം ഞാൻ എൻ്റെ കമ്പനി ഇപ്പം സാലറി വാങ്ങിക്കുന്നു. രണ്ടാമതും ചോദിക്കുന്നു നിങ്ങൾ കേസുമായിട്ട് സഹകരിക്കുമോ? അപ്പോഴും പറയുന്നത് അതിൻ്റെ ആൻസർ അല്ല. അതായത് അദ്ദേഹം ആ ക്വസ്റ്റ്യൻ ഡിഫ്ലക്ഷനാണ് കാണിക്കുന്നത്. അതായത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലീൻ ആയിട്ട് പറയുന്നില്ല, മറ്റൊരു ആൻസറാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഒരുപാട് കേസുകളിലൊക്കെ അല്ലെങ്കിൽ ഒരുപാട് സാധാരണ രീതിയിലുള്ള നമ്മൾ മീഡിയയിലൊക്കെ കാണുന്ന വ്യക്തികൾ, അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞാലുണ്ടാവുന്ന ഹൈ സ്ട്രെസ്സ്, അതുകൊണ്ട് തന്നെ അവർ മനഃപൂർവ്വം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് അവർക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നല്ല, അവർക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവർ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു ആൻസർ ആയിരിക്കും ആ ആൻസറിലൂടെ നമ്മളെ അങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകും. സോ ഇവിടെ രണ്ടാമത് ചോദിച്ചപ്പോഴും ഇദ്ദേഹം ഇത് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു സ്ട്രെസ്സ്, രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഒരു ചെറിയ മൈൽഡ് സ്ട്രെസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മാറ്റർ, അതായത് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റിൽ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനത് അഡ്രസ്സ് ചെയ്യുന്നത്. സോ സെയിം വീഡിയോയിൽ നെക്സ്റ്റ് സെഗ്മെൻറ്റിലേക്ക് നോക്കാം. നിങ്ങൾ അന്വേഷണവുമായി സഹകരിക്കുമോ? സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എല്ലാത്തിനും തയ്യാറാണ്. എനിക്കിനി ഒന്നും നോക്കാനില്ല. എന്തോ ഞാൻ ഈ പറഞ്ഞ ഇതെല്ലാം ഈ ന്യൂസൊക്കെ വരുന്നതിന് മുമ്പ് ഇന്നലെ രാവിലെ, അതായത് സഹകരിക്കാൻ തയ്യാറാണെന്ന് പുള്ളി പറയുന്നുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ സഹകരിക്കാൻ തയ്യാറാകുമെന്ന് പുള്ളി പറയുന്നതിനോടൊപ്പം തന്നെ പുള്ളി ഇങ്ങനെ ഔട്ട്സൈഡിലേക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട്. നമ്മൾ നോർമലി ചില സ്ഥലങ്ങളിലൊക്കെ, ചില ഇൻ്റർവ്യൂസിലൊക്കെ, അല്ലെങ്കിൽ ചില കൂട്ടുകാരുടെ ഇടയ്ക്ക് നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ചില സ്ഥലങ്ങളിൽ ഒരു ഗ്രൂപ്പിനകത്തൊക്കെ ചെന്നിട്ട്, അല്ല ഒരു വ്യക്തിയുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയില്ല, നമ്മൾ പെട്ട് നിൽക്കുക, നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങാൻ മേല, അയാളുടെ ചോദ്യങ്ങളോ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമുക്ക് അയാളുടെ ആ മുന്നിൽ നിന്നും ആ സാഹചര്യത്തിൽ നിന്നും മാറാൻ മേലെങ്കിൽ നമ്മളിങ്ങനെ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദൂരേക്കൊക്കെ ഇങ്ങനെ നോക്കും. മെയിൻലി ഇത് നോക്കുന്നത് ഒരു വാതിലിൻ്റെ ഭാഗത്തേക്കായിരിക്കും. നമ്മളുടെ നമുക്ക് എക്സിറ്റ്, മെയിൻലി പറയാം എക്സിറ്റ് എവിടെയാണോ ആ എക്സിറ്റിലേക്കായിരിക്കും നമ്മൾ നോക്കുക. എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങ് പോകണം, പക്ഷേ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ ഒരു സെയിം സംഗതി തന്നെ മൂന്നാമത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇനി ഇത് മാത്രമായിട്ടായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഐ വിൽ ഇഗ്നോർ ഇറ്റ്. പക്ഷേ ഇതേ തുടർന്ന് അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ മുഖം തന്നെ ഫേസിൽ എനിക്ക് ഇപ്പം എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ ഹാങ് ചെയ്തു. എൻ്റെ ഒരു കയ്യിൽ എടുത്ത് അതേ ഫാനിൽ ഞാൻ ഹാങ് ചെയ്ത് കപ്പളം പിടിച്ച് എനിക്ക് ഇപ്പോഴും പാടുണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ കഴുത്തിൽ പാടുണ്ട്. ഹാങ് ചെയ്തിട്ട് ഞാൻ പിടച്ചിട്ട് ഞാൻ സ്റ്റാൻഡ് ചെയ്തു. പറ്റത്തില്ല എനിക്ക്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വിഷം വല്ലതും കിട്ടുമെന്നെങ്കിൽ ഞാൻ ഇപ്പം തീരാൻ തയ്യാറാണ്. അല്ലാതെ എനിക്ക് ഇങ്ങനെയുള്ള എനിക്ക് പറ്റുന്നില്ല. ഇവിടെ എന്ത് ചാടാനും പറ്റത്തില്ല. എന്തെങ്കിലും കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്തോ അത് കുടിച്ചിട്ട് ചാവാൻ ഞാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ അതിലും ഇല്ലാതെ ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? സെയിം ട്രൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഹൈ ഇമോഷൻ ഔട്ട് ബേസ്റ്റ് കാണിച്ച് സെൽഫ് ഹാം ചെയ്യും എന്ന രീതിയിൽ ഒരു ഭീഷണി പോലൊരു സംഗതി. അതായത് സഹകരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം മൈൻഡ് ചെയ്തില്ല, 3ാമത്തെ പ്രാവശ്യം സഹകരിക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഒരു ഓക്കെ ഞാനാണ് വിക്ടിം, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് റെഡ് ഫ്ലാഗ്. ഇദ്ദേഹം കൃത്യമായിട്ട് സഹകരിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. ആ കുഞ്ഞിന് എന്ത് പറ്റി എനിക്കറിയണം. അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യത്തില്ല. അത് 100 അല്ല 200% ഞാൻ പറയുന്നു. എൻ്റെ ഒന്നുകിൽ എന്നെ പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം, ഇല്ലെങ്കിൽ അവൾക്ക് എന്തോ പറ്റി, എനിക്കിത് അറിയണം. സോ ഇവിടെ ഇദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സൂയിസൈഡ് ആണോ, അല്ലെങ്കിൽ സൂയിസൈഡ് ആണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് മറ്റെന്തോ പറ്റി എന്നുള്ള തരത്തിൽ, അത് തെളിയണം എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ട വേറൊരു ഭാഗമുണ്ട്. അതായത് ഇദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹം പുറത്തു പോയ സമയത്ത് ഇദ്ദേഹത്തിനൊരു വീഡിയോ കോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ സന്ദേശം വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് പറയുന്നില്ല, കോളാണോ മെസ്സേജ് ആണെന്നൊന്നും ഇദ്ദേഹം പറയുന്നില്ല. നമുക്കത് ഇദ്ദേഹം പറയുന്നതിൻ്റെ അന്ന് വളരെ കൃത്യതയോടുകൂടി എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ സംതിങ് ഇദ്ദേഹം പറയുന്ന ഒരു വീഡിയോ, ആ വീഡിയോ കണ്ട്, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടപ്പോൾ ഇദ്ദേഹം ഓടി ചെല്ലുന്നു. അതിന് ശേഷമാണ് ഇദ്ദേഹം അതുല്യയുടെ അടുത്ത് ചെല്ലുന്നു, അതുല്യ ഹാങ് ആയി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നത്. ആ ഭാഗം കൂടെ നമുക്കൊന്ന് നോക്കാം. അന്നേരം ഉണ്ട് എനിക്കൊരു വീഡിയോ കണക്ക് എൻ്റെ ഇതിനകത്ത് വിളിച്ചിട്ട് ഇവളിങ്ങനെ ചെയ്യാൻ പോകുമെന്നും പറഞ്ഞ് ഫാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഓടി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട്. അതായത് ഇവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പോലെ ഒരു സംഗതി വന്നു, ഒരു കോള് പോലെ ഒരു സംഗതി വന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഓടി ചെന്നപ്പോൾ ഹാങ് ചെയ്ത് നിൽക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ അതിന് ശേഷം പുള്ളി പറയുന്നത്, ഇത് അവിടെ മാസ്ക് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടറിയാം, ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അവിടെ മാസ്ക് ഇരിപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ 3 പേര് പിടിച്ചാൽ പോലും അനങ്ങാത്തൊരു ബെഡ് ഇങ്ങനെ നീങ്ങിക്കിടപ്പുണ്ടായിരുന്നു, പിന്നെ ഒരു ലാപ്ടോപ്പ് ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള തരത്തിലുള്ള പ്രൂഫുകളൊക്കെ ഇദ്ദേഹം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇദ്ദേഹത്തിന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് ചെല്ലുന്നു, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ സ്റ്റിൽ ഇദ്ദേഹം ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഹാങ് ആയി കിടക്കുന്നു. സ്റ്റിൽ ഇദ്ദേഹം വിശ്വസിക്കുന്നു ഇത് മറ്റൊരാൾ ചെയ്തതാണെന്ന്. ഇത് രണ്ടും വളരെ കൗണ്ടർ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സൂയിസൈഡ് പ്രോബബിലിറ്റിയാണ്. അതായത് ഒരു സൂയിസൈഡിൻ്റെ പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ടാവും എന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കുള്ള ഇതുവരെയുള്ള ഗിവൺ ഡാറ്റ വെച്ചിട്ട്. സോ ആ ഒരു ഡാറ്റയിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് ബെക്ക് സൂയിസൈഡ് സ്കെയിൽ, DSM റിസ്ക് ഫാക്ടേഴ്സ്, ദെൻ അതർ ഫോറൻസിക് റിസർച്ചേഴ്സ് ലിറ്ററേച്ചേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മെയിൻലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബെക്ക് സൂയിസൈഡ് സ്കെയിൽ ആൻഡ് DSM റിസ്ക് ഫാക്ടേഴ്സാണ്. സോ ഇതിൽ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ പോയിൻറ്റ്സ്, അതായത് വീഡിയോസ്. ആ വീഡിയോസ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. പറ്റുന്നില്ലടി, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. അതായത് ഇത് ലാസ്റ്റ് ഓഡിയോ ടൈപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. അതായത് ഇതിൽ പറയുന്നത് സൂയിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, സൂയിസൈഡ് ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ല എന്നുള്ളത് വളരെ അത്ര ഇമോഷണൽ ഔട്ട് ബേസ്റ്റിൽ നിൽക്കുമ്പോഴും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതുല്യയുടെ അമ്മയുടെ കുറച്ച് ഭാഗമുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. എന്റെ മോള് ആത്മഹത്യ ചെയ്യത്തില്ല, അവൾക്ക് ആത്മഹത്യ പ്രവണതയേ ഇല്ല. അവൾക്ക് പേടിയാ, ആത്മഹത്യ ചെയ്യാൻ പേടി. കാരണം അവിടെ മരണ വീട്ടിൽ പോലും പോകത്തില്ല, പേടിച്ച്. ഈ മരിക്കുന്നത് കാണുമ്പോ അവൾക്ക് പേടിയാ. അങ്ങനെയുള്ള ഒരു കുഞ്ഞ്. അതുമല്ല, പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല, അഥവാ ഞാൻ ചത്ത എന്നെ അയാൾ കൊന്നയാന്ന് വിചാരിച്ചോണം. അവളെ എന്റെ പൊടിമോടോട് ഈയിടെയും മെസ്സേജ് അയച്ചു പറഞ്ഞു, മോളെ അമ്മ ചാവത്തില്ല, അമ്മ നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, അഥവാ അമ്മ ഇല്ലാതെ വന്ന മനസ്സിലാക്കിക്കോണം മോള് അച്ഛൻ കൊന്നയാണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഭാഗം കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ പ്ലേ ചെയ്യും. ഇങ്ങനെ വരെ പറയുന്ന ഒരു കുഞ്ഞ്. അതുപോലെ ബർത്ത്ഡേയുടെ സ്റ്റാറ്റസ് 12:30 ഇട്ട് കുഞ്ഞ് ഹാപ്പി ആയിട്ട് പിറ്റേന്ന് ജോലിക്ക് വന്ന് തുണിയും മേടിച്ചോണ്ട് അനിയത്തിയുടെ അടുത്തുനിന്ന് വന്ന് തലേന്ന് തന്നെ സന്തോഷത്തെ ഫോൺ വിളിക്കുകയും ചെയ്ത്. അപ്പം രാവിലെ അനിയത്തിയുടെ അങ്ങ് പോകാൻ നേരം എന്നെ ഫോൺ പോയിട്ട് അനിയത്തിയുടെ വീട്ടിൽ നിന്നിട്ട് വീഡിയോ കോളിൽ വിളിച്ച അനിയത്തിയും ചേട്ടത്തിയുടെ തമാശ പറയും, അനിയനുമായിട്ട് ഇളയ മോടെ കളിയാക്കി സ്കൂളിൽ പഠിച്ച പണ്ടത്തെ ഫോട്ടോ കാണിച്ചു മൂത്ത മോള്. എന്നിട്ട് അവളെ കളിയാക്കി ഇളയ മരുമോനെ കാണിച്ചിട്ട് ആ പണ്ട് അവിടെ കോലം ഇതായിരുന്നെന്നും പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയും ചെയ്ത്. അന്നേരം പറഞ്ഞ അവളെ കളിയാക്കണ്ട, എന്റെ മോള് വന്നാ നല്ലതാടി എന്ന് ഞാൻ എന്റെ മൂത്ത മോളോട് പറയാം. നമ്മളറിയുന്നില്ലല്ലോ എന്റെ കുഞ്ഞ് നമ്മളെ വിട്ട് പോകുമെന്നൊക്കെ. സോ ഇതാണ് സൂയിസൈഡ്, അല്ലെങ്കിൽ അതുല്യയുടെ സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്കുള്ള ഡാറ്റ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അതുല്യ അയക്കുന്ന ഓഡിയോ ടേപ്പിൽ പറയുന്നൊരു കാര്യം, എനിക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ധൈര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് അതുല്യയുടെ അമ്മ പറയുന്നതാണ്. അതായത് അതുല്യക്ക് ആത്മഹത്യ പ്രവണതകളൊന്നും തന്നെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം സെൽഫ് ഹാം ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതായത് സ്വയം ശിക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ വളരെ ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. സോ സെൽഫ് ഹാം ഇല്ല. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ അതുല്യയുടെ അതുല്യയുടെ കൂട്ടുകാരികൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ പേരൻസോ ആയിട്ടോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യുമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതായിട്ട്. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും മരിച്ച സ്ഥലങ്ങളിൽ പോലും മരണത്തെ അത്ര പേടിയുള്ളൊരു വ്യക്തി. അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയോടും മകളോടും വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഇനി അങ്ങനെ ചെയ്താൽ ഇതാണ് സംഗതി. അതായത് ഇദ്ദേഹം ഉപദ്രവിച്ച് അറ്റാക്ക് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ മരണപ്പെട്ടു എന്നായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയാകാൻ വഴിയുള്ളൂ. അതുല്യമായിട്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നൊരു കാര്യം. സോ ഇവിടെ അതുല്യയ്ക്ക് അതുല്യയുടെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ നമ്മൾ എടുക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം, നോ പാസ്റ്റ് സൂയിസൈഡ് അറ്റംപ്റ്റ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനേറിയോയിൽ കൂടുതലായിട്ട് ഒരു സ്റ്റേജിങ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹാങ് ചെയ്ത് നിൽക്കുന്ന, അതായത് കാല് ബെൻഡായിട്ടാണ് ഹാങ് ആയിരിക്കുന്നതെങ്കിലും അങ്ങനെയുള്ള കേസുകളും ഉണ്ട്. അതായത് തറയിൽ കാല് ബെൻഡായിട്ട് റിയൽ സൂയിസൈഡ് ആയിട്ട് തന്നെയുള്ള കേസുകളും നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഇതേ ബേസ് ചെയ്തിട്ടുള്ള, അതായത് തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. നെക്സ്റ്റ് ഡേയിൽ ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹോപ്പ് നൽകുന്ന രീതിയിലുള്ള
സംഭവത്തെ പറ്റിയാണ് അതുല്യയുടെ അമ്മയും പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഇൻകൺസിസ്റ്റൻസീസ്. അതായത് ഡ്യൂറിങ് അബ്യൂസിൽ ഇത്രയും കാലമായിട്ടും ഒരു അറ്റംപ്റ്റ് പോലും നടത്തിയിട്ടില്ലാത്ത വ്യക്തിയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആ ഒരു അല്ലെങ്കിൽ ഇത്രയും അബ്യൂസ് നടക്കുമ്പം പോലും അതായത് നടക്കുന്ന സമയത്ത് പോലും സൂയിസൈഡ് അറ്റംപ്റ്റോ സെൽഫ് ഹാമോ ചെയ്യാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ്. സോ ആ ഒരു ടൈമിൽ ഇദ്ദേഹം, അതായത് സതീഷ് എന്ന് പറയുന്ന വ്യക്തി പുറത്തേക്ക് പോകുമ്പോൾ ഈ പറയുന്ന അതുല്യ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇൻറ്റൻറ്റോ വളരെ കുറവാണ്. അവിടെ നിന്നൊരു എക്സ്റ്റേണൽ ട്രിഗർ ഉണ്ടാവാതെ ഒരിക്കലും അങ്ങനെ ഡെത്ത് യാതൊരു സാധ്യതയില്ല. സോ ഈ ഒരു സ്കെയിൽ ബേസ് ചെയ്തിട്ട് പ്രസൻറ്റ് കണ്ടീഷനിൽ അതായത് ഈ ഒരു കേസിൽ ഈ ഒരു സൂയിസൈഡ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് 10 to 15% വെരി 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 ലോ പ്രോബബിലിറ്റി. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ കൺക്ലൂഷൻ. അതോടൊപ്പം തന്നെ എനിക്കിതിൽ എക്സ്ട്രാ ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ സതീഷിൻ്റെ നമ്മളിപ്പോൾ കണ്ട വീഡിയോസിലെല്ലാം അദ്ദേഹം പറയാത്തൊരു കാര്യം, വളരെ സ്പെസിഫിക് ആയിട്ട് പറയാത്തൊരു, ഇവർക്കൊരു കുട്ടിയുണ്ട്. ഈ കുട്ടിയായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവിടെ ഒന്നും എനിക്കാരുമില്ല, ഞാൻ ഇനി എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു അച്ഛൻ്റെ സ്ഥാനത്തു നിന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. നിങ്ങൾ ഈ ഇൻ്റർവ്യൂ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ എൻ്റയർ വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയറാണ് പ്രൊഫൈൽ ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഒരു ഹൈ റെഡ് ഫ്ലാഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ സൂയിസൈഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വെരി ലോ ആണ്. ഇതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത, എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ അത് ഒരു വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് എത്തിക്കൽ. സോ ഇതാണ് ഈ വീഡിയോയുടെ ഇന്നത്തെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് നിരീഷ് ഗോപാലകൃഷ്ണൻ ഫ്രം ഹ്യൂമൻ പ്രോട്ടോകോൾ.